നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ ഈ ചാനലിലേക്ക് വിഷുഫലത്തെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നത്. വിഷുഫലം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 14 തീയതി തൊട്ട് 2026 വിഷുഫലം ആരംഭിക്കും. അപ്പോൾ വിഷുഫലം നമുക്ക് ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നേരത്തെ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുപാട് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വിഷുഫലത്തെ നേരത്തെ നിങ്ങളെ അറിയിക്കുകയാണ്. പലരും മെയിൽ ചെയ്യുകയും വാട്സപ്പിലൂടെ മെസ്സേജ് ഇടുകയും ഒക്കെ ചെയ്തതിനെ മാനിച്ചുകൊണ്ടാണ് മുമ്പ് നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വിഷു ആവുന്നതിനും ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെ വിഷുഫലത്തെക്കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. മറ്റേത് നേരത്തെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് ആ സമയത്തെ വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇന്ന് നമ്മൾ മകരം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മകരം രാശിക്കാർക്ക് 2026 വിഷുഫലം എങ്ങനെയാണ്? അപ്പോൾ വിഷുഫലത്തെ മകരം രാശിക്കാർ എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ശരിക്കും മകരം രാശി. മകരം രാശിക്കാർക്ക് ഇപ്പോൾ നല്ല സമയമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മോശപ്രദമായ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 26 വിഷുഫലം നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമാണ്. കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ശമനം ഉണ്ടാവും. ഒന്ന്, സാമ്പത്തിക നേട്ടം വരും, ശത്രുഭയം കുറയും, രോഗായുദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാവും, വിവാഹാദി കാര്യങ്ങൾ നടക്കാതിരിക്കുന്നവർക്ക് മംഗല്യ തടസ്സം മാറി മംഗല്യം നടക്കും. മംഗല്യം നടത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് മക്കളുടെ മംഗല്യം നടത്തി കൊടുക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചില ചെറിയ പ്രോബ്ലംസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊക്കെ പരിഹരിക്കപ്പെടാൻ സാധിക്കും. അങ്ങനെ ഉള്ള ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തരികയാണ്. അതുകൊണ്ട് വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് നല്ലൊരു വർഷം കിട്ടാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം കൊള്ളൂല എന്ന് ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ നല്ലതിലേക്ക് വരാൻ പോകുന്നത് കൊണ്ട് നിങ്ങളെ നേരത്തെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് വയ്ക്കുക. മേടമാസം 1 തീയതി തൊട്ട് ഫുൾ സിംഗിൽ ഓരോ കാര്യത്തിന് ഇറങ്ങണം. ആ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. നമുക്കങ്ങനെ എല്ലാ വർഷവും നല്ലത് കിട്ടണമെന്നില്ല. കിട്ടുന്ന വർഷത്തെ നമ്മൾ ജീവിതയാത്രയാണ്. യാത്രയിൽ എപ്പോഴും നല്ല റോഡ് കിട്ടണമെന്നില്ല. നല്ല റോഡ് കിട്ടുമ്പോൾ നല്ല ആക്സിലേറ്റർ കൊടുത്ത് പോകണം. ചീത്ത റോഡ് വരുമ്പോൾ നമുക്ക് ബ്രേക്ക് വെട്ടി ശ്രദ്ധിച്ച് പോവുകയും വേണം എന്ന് പറഞ്ഞതുപോലെ ആ യാത്രാവേളയിൽ വരുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളും ഇതുമാണ് മുന്നേ കൂട്ടി നിങ്ങൾക്ക് പറഞ്ഞു തരണേ. അതാണ് ഓരോ ആചാര്യന്മാരുടെ ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നല്ല സമയത്തിലേക്ക് വരുന്ന ഈ കാലഘട്ടം ആയതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും യഥേഷ്ടം മുന്നോട്ട് പോകണം. അത് നമുക്ക് ഐശ്വര്യപ്രദമായി തീരും. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹായകരമായി തീരും. ഓരോ കാര്യങ്ങളും നിങ്ങൾക്കൂട്ടി നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം മറ്റുള്ളവർ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. നമുക്കൊരു ഒരു സഹായം ചെയ്യുന്നു എന്ന് മാത്രം. ഇപ്പോൾ തന്നെ 60,000 കൂടുതൽ ആളുകളുണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവരിലേക്ക് ഞാനിത് എത്തിച്ചു കൊടുക്കുകയാണ്. കാരണം അവർ നേരത്തെ അറിഞ്ഞിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർ ചോദിച്ച് ക്ലിയർ ചെയ്ത് അവർ മുന്നോട്ട് പോട്ട്. ഒരാളിന് കൊള്ളാത്ത ഉണ്ട്, മറ്റൊരാളിന് കൊള്ളാമെങ്കിൽ അവർ ആ സമയത്തെ യൂസ് ചെയ്തുകൊണ്ട് ആ ആളിനെ കൂടി മുൻനിർത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഭർത്താവിന് കൊള്ളൂല എന്ന് പറഞ്ഞു, ഭാര്യയ്ക്ക് നല്ല സമയമാണെങ്കിൽ ഭാര്യയെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യാം. ബിസിനസ്സിലൂടെ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ പോവാം. അല്പം വീട് വയ്ക്കാൻ പോവുകയാണ്, ഭർത്താവിനെ കൊള്ളൂല, ഭാര്യയെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യാം. ഇതിനൊക്കെ നമുക്ക് സഹായിക്കും. അപ്പോൾ അതാണ് കുടുംബം എന്ന് പറയുമ്പോൾ.
അപ്പോൾ അവിടെ കൂടുമ്പം ഇമ്പം വരണം. അപ്പോൾ കൂടണമെങ്കിൽ ഒരാളിന് കൊള്ളില്ലെങ്കിൽ മറ്റൊരാളിൻ്റെ നല്ലത് വെച്ച് അവിടെ സന്തോഷത്തോടെ പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാ മകരരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.